ഇപ്പൊ നിലവിലെ കുറച്ച് യൂട്യൂബ് ചാനൽസ് വിഷ്വൽ അടക്കം ഒരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ച് ശരണ്യെ അസോൾട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ജിൻഡോയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. ശരണ്യയുടെ മുടി പിടിച്ച് ടാസ്കിനിടയ്ക്ക് ജിൻഡോ വലിച്ച് ആക്രമിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ അതിന്റെ വിഷ്വൽസ് ആണ് ഇപ്പൊ പുറത്തു വരുന്നത്. ജിൻഡോ അല്ല ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചിരിക്കുന്നത്, മറ്റാരുടെയോ കൈയാണ് ശരണ്യയുടെ മുടിയിലിരിക്കുന്നത്. ഈ ഒരു തെളിവാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തമായി നമുക്ക് ആ വിഷ്വലിൽ കാണാം. ജിൻഡോ അല്ല ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചിട്ടുള്ളത് എന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ വിഷ്വലിലൂടെ ജിൻഡോയുടെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുകയാണ്. വേറൊരാളുടെ കൈയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ അത് അർജുന്റെ ആവാം, അല്ലെങ്കിൽ ഗബ്രി തന്നെയാണ് ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചത് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. മേ ബി അത് ഗബ്രി തന്നെ ആവാം. അവിടെ ഒരു വലിയ ഇഷ്യൂ ആക്കാൻ വേണ്ടിയും ആ ഗെയിം വിജയിക്കാൻ വേണ്ടിയും ഗബ്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയൊരു കള്ളത്തരം തന്നെയാണ് അത്. അങ്ങനെ ഗബ്രി ആണെങ്കിൽ അത് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. ജിൻഡോയും ശരണ്യയും മറ്റാൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെയാണ് ഗബ്രി വന്ന് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ ഒരുപാട് ജിൻഡോയെ ആ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ വീഡിയോ സഹിതം ഇത് തെളിവായി കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യൂ.